ഗായ്സ് അങ്ങനെ SRK ഡങ്കി പോയി കണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജ്കുമാർ ഹിരാനിയാണ് അതിൻ്റെ ഡയറക്ടർ. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രതീക്ഷയുള്ള സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രതീക്ഷ അത്ര തന്നെ സിനിമ എത്തിയാണ് പറയാം. എനിക്ക് സിനിമ ഭയങ്കര അധികം ഇഷ്ടമായി. വളരെ നല്ലൊരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള റൈഡ് തന്നെയായിരുന്നു. ഭയങ്കര അധികം ഫൺ ഫീൽഡ് നമ്മൾ ചില സ്ഥലത്ത് ചിരിപ്പിക്കുന്ന ഭയങ്കര ഇമോഷണലായിട്ട് നമ്മളെ ചിലപ്പോൾ കരയിപ്പിക്കുന്ന രീതിക്കുള്ള ഭയങ്കര അധികം റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് പറയാം. ഫൺ ഫീൽഡ് ആയിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയായിരുന്നു. രാജ്കുമാർ ഹിരാനിൻ്റെ മുന്നത്തെ ഫിലിംസ് എല്ലാം അറിയാം, PK, 3 Idiots എല്ലാം കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവി തന്നെയാണ്. ഒരു ഭയങ്കര സിമ്പിൾ മൂവി, സിമ്പിളാണ്, പ്ലെയിൻ ആണ്. അത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പ്രഡിക്റ്റബിൾ ആണ് സ്റ്റോറി. സ്റ്റാർട്ടിങ് തൊട്ട് അടുത്തെന്താ സംഭവിക്കാൻ നോക്കിയിട്ട് അതെല്ലാം പ്രഡിക്റ്റബിൾ ആയിട്ട് തന്നെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. സോ അങ്ങനത്തെ ഒരു സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ളൊരു നല്ലൊരു സിനിമ. അതായത് ഫാമിലി ഓഡിയൻസ് ഒക്കെ ഇരു കൈ നീട്ടി സ്വീകരിക്കും. സോ അങ്ങനത്തെ ഒരു മൂവിയാണ്. സോ ഞാൻ അതിന് കുറേ പ്രതീക്ഷിച്ച സിനിമ തന്നെയാണ്. സോ പ്രതീക്ഷ അത്ര തന്നെ സിനിമ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കരധികം ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ് കേട്ടോ. ഈവൻ ഇതിൻ്റെ ട്രെയിലർ എത്തിയപ്പം തന്നെ ഞാൻ പറഞ്ഞു, ട്രെയിലറൊന്നും എനിക്ക് അത്ര പിടിച്ചിട്ടില്ല, അത്ര ഇഷ്ടമായിട്ടില്ല. ട്രെയിലർ അതിൻ്റെ ഒരു ഫൺ ഫീൽഡ് കാര്യങ്ങളൊന്നും അത്ര ഇങ്ങനെ എത്തിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, പ്രതീക്ഷ തീരെ കുറഞ്ഞില്ല, നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്. സോ ഒരു പ്രതീക്ഷ ഫുള്ളായിട്ട് തന്നെ ഫുൾഫിൽ ചെയ്തെന്ന് പറയാം സിനിമ. ആ ഒരു ഫണ്ണാവട്ടെ, ഒരു കോമഡിയിലാവട്ടെ, നല്ല രീതിക്കാൻ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങൾ നല്ല രീതിക്കാൻ ഇതിന് സെറ്റ് ആയിട്ടുണ്ട്. ഈവൻ ആ ട്രെയിലറിൽ കാണിച്ച സംഭവങ്ങളൊന്നല്ല, നല്ല രീതിക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. സോ ഡങ്കി എന്നുള്ള സിനിമയുടെ സ്റ്റോറി പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിലറിലും കണ്ടിട്ടുണ്ടാവും. അതായത് ആ ഡങ്കി എന്ന് പറഞ്ഞ സംഭവം തന്നെ, ആ ഡോങ്കി പ്രോസ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ മലയാളത്തിൽ CI എന്ന സിനിമ ഉണ്ടാവും നിങ്ങളെല്ലാവരും, ദുൽഖറിൻ്റെ. ആ സിനിമേൻ്റെ അതേ പ്ലോട്ടും കാര്യങ്ങളും തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആ ഇല്ലീഗലായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സംഭവം തന്നെയാണ്. അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന്, അതൊരു എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, വിസയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങൾ. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ആ ഒരു പ്രോസസ് തന്നെയാണ് ഇതിൻ്റെ അതും പറഞ്ഞു വരുന്നത്. സോ ആ കാര്യങ്ങൾ ഒരു ജേർണി പോലെ ഇവർ നല്ല രീതിക്ക് ഫുൾഫിൽ ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് അത് നല്ല രീതിക്ക് രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി അവരവിടെ എത്തുന്നതും അവർ ഇമോഷണലി നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ഇങ്ങനെ കണക്റ്റാക്കി കാണിക്കുന്നുണ്ട്. ഇവർ നമുക്ക് തട്ടും, ആ ഒരു ഇമോഷണൽ സംഭവം നമുക്ക് നല്ല ഇങ്ങനെ തട്ടുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന കാര്യങ്ങളും അതെല്ലാം നല്ല ഇരിക്കുന്നത് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അത് അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതെല്ലാം സിനിമ കണ്ടന്നെ മനസ്സിലാക്കുക. സോ ഇങ്ങനെയാണ് ഒരു സിനിമയുടെ ഏകദേശം പ്ലോട്ട് ചെയ്യുന്നത്. ആ ഒരു പ്ലോട്ടിലേക്ക് ഇവർ നല്ല ഇരിക്കാൻ 100% സ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു കാര്യത്തിലെല്ലാം. സോ അത് ഞാൻ ഇതിൻ്റെ അത് പ്ലസ് പോയിന്റ് എന്നാണ് പറയാം. ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു രാജ്കുമാർ ഹിരാനി നല്ല രീതിക്ക് സോഷ്യലി ഒരു മെസ്സേജ് വരെ നമുക്ക് തരുന്നുണ്ട്. അതായത് ഇപ്പോൾ ലോകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ രാജ്കുമാർ ഹിരാനി കാണിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ഒരു റെഫറൻസ് പോലെയാണ് മൂപ്പര് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഈവൻ അത് ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യാൻ കഴിയും. സോ ആ ഒരു പ്ലോട്ട് നല്ല ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് രാജ്കുമാർ ഹിരാനി കാണിച്ചിട്ടുണ്ട്. സോ പിന്നെ പറയാനുള്ള ആക്ടേഴ്സ് തന്നെയാണ്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കിങ് ഖാനെ പറ്റി തന്നെ പറയാം. കിങ് ഖാനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ 3ാമത്തെ സിനിമയാണ് ഇപ്പം. അത് നമ്മൾ 10 വന്നു, പിന്നെ ജവാൻ വന്നു, ഇപ്പം ഡങ്കി. 10 ജവാൻ തന്നെ അല്ലിക്കാൻ ഹിറ്റായ പടം തന്നെയാണ്. സോ ഈ വർഷത്തിൽ 3ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്കും വളരെയധികം ഡിസപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വളരെ ഇഷ്ടമായിന്. സോ ഷാറൂഖ് ഖാൻ്റെ മുമ്പത്തെ 2 സിനിമകൾ തന്നെ ഭയങ്കര മാസ് മസാല ആക്ഷൻ മൂവീസ് തന്നെയായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര ഫൺ ഫീൽഡ് കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പഴയ ഷാറൂഖ് ഖാൻ്റെ മൂവീസിലെ ഒരു ആക്ടിംഗ് ലെവലും ഒരു ഡയലോഗ്സും കാര്യങ്ങളെല്ലാം അറിയാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല പീക്ക് ഇരിക്കാൻ മൂപ്പര് ആക്ടിങ് കാര്യങ്ങളും ഈ സിനിമയിൽ എത്തിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല, കിങ് ഖാനെയാണ് അറിയാം. സോ ആ കാര്യങ്ങളെല്ലാം പ്ലസ് തന്നെയാണ്. പിന്നെ ബാക്കിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. വിക്കി കൗശലിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ കുറച്ചേ ഉള്ളൂ, ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ഉള്ളൂ. പക്ഷേ മൂപ്പര് ഒരു ക്യാരക്ടർ നല്ല ഇരിക്കുന്ന കിടിലൻ ക്യാരക്ടർ തന്നെയായിരുന്നു. സോ നമ്മളെ മനസ്സിൽ ഭയങ്കര ഉണ്ടാകുന്ന ക്യാരക്ടർ തന്നെയാണ് വിക്കി കൗശലിൻ്റെ ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടർ അടിപൊളി തന്നെ. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും പോലെ തന്നെയാണ്. അവരുടെ റോൾ അവരവരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ആക്ടേഴ്സിനകത്തേക്കാണ് ഫുൾ ആൻഡ് ഫുൾ കിടിലൻ തന്നെയാണ്. എസ്പെഷ്യലി അവരൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ നല്ല ഇരിക്കുന്ന ബോണ്ടിങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ. പിന്നെ ഒരു റിലേഷൻഷിപ്പും ഒരു മന്നു എന്ന ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടറിൻ്റെ റിലേഷൻഷിപ്പ് ഷാറൂഖ് ഖാൻ തമ്മിലുള്ള നല്ല ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ സോങ്സ് ഒക്കെ അത്യാവശ്യം അടിപൊളി തന്നെയായി കേട്ടോ. മറ്റേ ലുട്ട്പുട്ട് കൈ എന്ന് പറഞ്ഞ സോങ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു പാട്ടാണ്. സോ ആ ഒരു പാട്ട് തിയേറ്ററിലും കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് എനിക്ക് മാത്രം തോന്നിയാൽ അറിയില്ല, നല്ല ഇങ്ങനെ ഭയങ്കര ഫീൽ ചെയ്യുന്നു ആ പാട്ടെല്ലാം. പിന്നെ ബാക്കി 2-3 ഡ്രോപ്പ് ഫൈനലെല്ലാം പറഞ്ഞ് ഇറങ്ങിയ പാട്ടൊക്കെ ആദ്യം യൂട്യൂബിൽ വെറുതെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ തിയേറ്ററിലൊക്കെ നല്ല ഗുമ്മുണ്ടായിരുന്നു കേട്ടോ. അത് കഥേൻ്റെ ഫ്ലോയിൽ തന്നെ പോകുന്നതിനെ കൊണ്ടാണെന്ന് തോന്നും. നല്ല ഇങ്ങനെ അത് ഫ്ലോയിൽ പോകുമ്പോൾ അതിൻ്റെ ഇടക്കെല്ലാം വരുമ്പോൾ നല്ല എനിക്ക് ഇഷ്ടമായിരുന്നു ഒരു പാട്ട്. സോ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഓവറോൾ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ ആൻഡ് ഫുൾ ഒരു ഫൺ റൈഡ് തന്നെയാണ്. ഒരു ഇമോഷണൽ ആവട്ടെ, ഒരു കോമഡി സീൻസ് ആവട്ടെ, ഷാറൂഖ് ഖാൻ്റെ ഒക്കെ നല്ല ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് രാജ്കുമാർ ഹിരാനി. മുമ്പത്തെ സിനിമത്തെ പോലെ തന്നെ ഭയങ്കര ഫൺ ഫീൽഡ് തന്നെയാണ്. പ്രശ്നം അവിടെ എന്താ വെച്ചാൽ ഈ രാജ്കുമാർ ഹിരാൻ്റെ മുമ്പത്തെ ഫിലിമായ 3 Idiots, PK ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കരധികം നമുക്ക് മനസ്സിൽ തട്ടുന്ന സിനിമകളാണ്. അതായത് ഇപ്പോൾ PK തന്നെ ഭയങ്കര കിടില സിനിമയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സോ ഭയങ്കരധികം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോകുന്ന സിനിമ തന്നെയാണ് PK. സോ 3 Idiots എടുത്താലും ആ ഒരു സിനിമയൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണാനുള്ള വാല്യൂ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് റിപ്പീറ്റ് അടിച്ച് കാണാൻ വാല്യൂ ഇല്ല എന്നല്ല. സോ ആ സിനിമയിൽ ഈ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും 3 Idiots എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഈ ഡങ്കി എന്ന് പറഞ്ഞ സിനിമ ഈ രാജ്കുമാർ ഹിരാൻ്റെ മുമ്പത്തെ പ്രൊജക്ട്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കത് കുറച്ചും കൂടി ഒരു താഴ്ന്ന സിനിമയാണ് വേണമെങ്കിൽ പറയാം. അത് മുമ്പത്തെ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആണ് പറയുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ
താഴ്ന്ന സിനിമയാണ് പറയാം. സോ അതൊരു പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ, ഭയങ്കര നല്ല സിനിമ തന്നെയാണ് ഇത്. പക്ഷേ മുമ്പത്തെ പ്രൊജക്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഭയങ്കരധികം താഴ്ന്ന തന്നെയാണ്. സോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സിനിമ 3 ഇഡിയറ്റ്സിൻ്റെ പീക്കിൻ്റെ ആ ഒരു ലെവൽ ഇതിൻ്റെ അകത്ത് എത്തുന്നില്ല. ഇത് എസ്പെഷ്യലി ഫുൾ ആൻഡ് ഫുൾ ഡിഫറെൻറ്റ് ടെറയിൽ നിൽക്കുന്ന സിനിമയാണ്. സോ അതുകൊണ്ട് മാത്രമല്ല ഈ സിനിമയ്ക്ക് ഇതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്. സോ ആ സ്റ്റാൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും മാറുന്നില്ല. ഒരു പീക്കും 3 ഇഡിയറ്റ്സും നമുക്ക് എത്ര ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ്. സോ ആ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത് സിനിമ കുറച്ച് താഴ്ന്നിട്ട് തന്നെയാണ് തോന്നിയത്. സോ ആ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതൊരു ഡ്രോബാക്ക് എന്ന രീതിയിൽ എനിക്ക് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സോ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ടോട്ടൽ ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഈ ഒരു രാജ്കുമാർ ഹിരാൻ്റെ ഒരു ഡങ്കി എന്ന് പറഞ്ഞ സിനിമ. സോ കണ്ടിത്തലത്ത് എന്തായാലും കണ്ടു നോക്കാം. നല്ലൊരു ഫൺഫിൽഡ് ആയിട്ടുള്ള മൂവി, എസ്പെഷ്യലി ഫാമിലി ഓഡിയൻസിനെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഫാമിലി ഓഡിയൻസിനെല്ലാം ഭയങ്കര ഇഷ്ടമാവുന്ന സിനിമ തന്നെയാണ്. സോ തിയേറ്ററിൽ പോയിട്ട് ഭയങ്കര ചിരിക്കാനും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ പറയാം. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇമോഷണലായിട്ട് കാര്യങ്ങൾ കാണിക്കുന്നതും സോ ആ കഥയിൽ നമ്മളെ ഫ്ലോ ആയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. സോ അങ്ങനത്തെ നല്ല പോസിറ്റീവ് കാര്യങ്ങളുള്ളതിനെ കൊണ്ട് നല്ല സിനിമയായിട്ട് തന്നെ തോന്നി എനിക്ക് ഡങ്കി എന്ന് പറഞ്ഞ സിനിമ. സോ കണ്ടിത്തില്ലാത്ത എന്തായാലും കണ്ടോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സിനിമ തന്നെയാണ്. ഷാറൂഖ് ഖാൻ ഒരു അടുത്തൊരു ഗംഭീര സിനിമയാണ് പറയുക ഈ സിനിമയെ പറ്റിയിട്ട്. സോ ഈ രാജ്കുമാർ ഹിരാനി പറഞ്ഞ ഡയറക്ടർ ഒരിക്കലും നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യാത്തൊരു ഡയറക്ടറാണ് പിന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നല്ലൊരു സിനിമ തന്നെയാണ്. കണ്ടിത്തില്ലാത്ത എന്തായാലും കണ്ടോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.